ഹായ് എവറി വൺ വെൽക്കം ടു മൈ ചാനൽ. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് നല്ല കിടിക്കാച്ചി ടേസ്റ്റിൽ ഒരു മീൻ ഫ്രൈ ആണ്. ഇതിപ്പോൾ അയക്കുറ ഫ്രൈ ആണ്. ഈ ഒരു ചേരുവയിൽ നിങ്ങൾക്ക് ഏത് മീനും ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഫ്രൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ 3 വലിയ പീസ് അയക്കുറ എടുത്തു വെച്ചിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കി വെള്ളം വാർത്ത് വെച്ചതാണ് കേട്ടോ. ഇനി ഇതിൻ്റെ മസാലക്കൂട്ട് റെഡിയാക്കുന്നതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇത്തിരി മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. മീനായതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണയാണ് കൂടുതൽ ടേസ്റ്റ് തരിക. അരമുറി ചെറുനാരങ്ങയുടെ നീരും ഇതിലേക്ക് പിഴഞ്ഞ് ചേർക്കുക. കുരു വരാതെ ശ്രദ്ധിക്കണേ. കുരു വന്നിട്ടുണ്ടെങ്കിൽ കയ്പിന് ചാൻസ് കൂടുതലാണ്. ആവശ്യത്തിനുള്ള ഉപ്പും ഈ മസാലക്കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നീട് വേണ്ടത് 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയാണ്. അതും കൂടി ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി നിങ്ങൾ ചേർക്കുക. ഇനി ഈ ചേരുവകളൊക്കെ നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് വെള്ളം ചേർക്കാൻ കാരണം നമ്മുടെ മീൻ ഫ്രൈ ആയി വരുമ്പോഴേക്കും ഈ മസാലക്കൂട്ട് കരിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വെള്ളം ചേർത്തത്. ഒരു ഇത്തിരി പോലും വെള്ളമില്ലെങ്കിൽ തീർച്ചയായിട്ടും മീൻ ഫ്രൈ ആവുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ മസാലക്കൂട്ട് കത്തി കരിഞ്ഞു പോയിട്ടുണ്ടാവും. നല്ല എരിവും പുളിയും ഒക്കെയുള്ള എല്ലാം കൂടിയിട്ടുള്ള മസാലക്കൂട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഈ മസാലയെ നമുക്ക് നമ്മുടെ മീനിലേക്ക് തേച്ച് കൊടുക്കാം. നല്ല വൃത്തിക്ക് എല്ലായിടത്തും എത്തുന്ന വിധത്തിൽ ഒന്ന് തേച്ച് കൊടുക്കാം. 2 ഭാഗത്തും തേച്ച് കൊടുക്കാം. ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഏത് മീൻ വേണമെങ്കിലും ഇങ്ങനെ ചെയ്യാവുന്നതാണ്. അയക്കുറ തന്നെ വേണമെന്ന് ഒരു നിർബന്ധമില്ല. അയില വേണമെങ്കിലും ഏത് മീനും ഇതേപോലെ ചെയ്യാം. മസാലക്കൂട്ടി മീനിന് നന്നായി പിടിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു 15 മിനിറ്റ് ഇതിനൊന്ന് അടച്ച് വയ്ക്കാം. ഫ്രൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇത്തിരി വെളിച്ചെണ്ണയും ചേർത്തിട്ടുണ്ട്. ഒരുപാട് ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി നമുക്ക് മീനിനെ ഓരോന്നായിട്ടും എണ്ണയിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. നോക്കിയാൽ നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. വളരെ കെയർഫുള്ളായിട്ട് തന്നെ ഓരോ പീസും എണ്ണയിലോട്ട് ചേർത്ത് കൊടുക്കുക. കെയർഫുള്ള് പറയാൻ കാരണം ഇത് അയക്കുറ ആയതുകൊണ്ടാണ്. വേഗം തന്നെ പൊട്ടിപ്പോവാനുള്ള ചാൻസ് കൂടുതലാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് കെയർഫുള്ളായിട്ട് ചെയ്തത്. ശേഷം ഒരു 5 മിനിറ്റിന് ശേഷം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം മീനിനെ. വേഗം തന്നെ ഇത് ഫ്രൈ ആയി കിട്ടും. കൂടുതൽ സമയമൊന്നും വേണ്ട. ഇതേ നമ്മുടെ മീനൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല സ്മെല്ലൊക്കെയാണ് കേട്ടോ. ഇഞ്ചിയുടെയും വെളുത്തുള്ളിൻ്റെയും ആ പീസിൻ്റെ ഒക്കെ സ്മെല്ല് നന്നായിട്ട് വരുന്നുണ്ട്. ഞാനിപ്പോൾ ഇത് ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.